വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നിങ്ങൾ മീന ചേച്ചി എന്ത് ഈടായിട്ട് കടലക്കറി തന്നെയാണല്ലോ. കാരണം കടലക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കടല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ കയ്യിലുള്ളൊരു സംഭവമല്ലേ. അപ്പൊ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞ ഒരു പാകിസ്ഥാനി റെസിപ്പിയാണ്. അപ്പൊ നിങ്ങൾ പാകിസ്ഥാനി റെസിപ്പി എന്ന് പറഞ്ഞാൽ പേടിക്കേ വേണ്ട, വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. ഇതിൽ മുളക് പൊടിയുടെ ആവശ്യമൊന്നുമില്ല, കുരുമുളകാണ് ഇതിന്റെ താരം. അപ്പൊ കുരുമുളക് ഇട്ട കടലക്കറിയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങള് പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അവർ തരൂ നല്ല ചൂടോട് കൂടിയുള്ള റൊട്ടി, അതിന്റെ മേലെ ഈ കടലക്കറി ഒഴിച്ച് തരാറുണ്ട്. അപ്പൊ അടിപൊളിയാണ്. അപ്പൊ ആ സെയിം ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇപ്പൊ തിരക്കുള്ളവർക്ക്, അതായത് അമ്മമാർക്കാണെങ്കിലും ജോലിക്ക് പോകുന്ന ബാച്ചിലേഴ്സിനാണെങ്കിലും ആർക്കും ആണെങ്കിലും തയ്യാറാക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു കടലക്കറിയാണ്. അപ്പൊ ഒട്ടും വൈകാണ്ട് തയ്യാറാക്കി നോക്കുക. ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇടിയപ്പത്തിന്റെ വീഡിയോ. അതായത് കൈ പൊള്ളാതെ, കൈ വേദനിക്കാതെ ഉണ്ടാക്കുന്ന ഇടിയപ്പം ഉണ്ടല്ലോ. ഒരുപാട് പേര് തയ്യാറാക്കി ഫോട്ടോസൊക്കെ അയച്ചു തന്നു. അത് കണ്ടപ്പോൾ എന്റെ ജീവിതം സഫലമായി. അപ്പോൾ ഒരുപാട് സന്തോഷം അതിനും അറിയിക്കുകയാണ്. വീഡിയോ കാണാത്തവര് കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായ കുരുമുളകിട്ട കടലക്കറി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു കടലക്കറി തയ്യാറാക്കാം. ഇതൊരു പാകിസ്ഥാനി സ്റ്റൈലാണ് കേട്ടോ, പക്ഷെ വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസി ആണെന്നുള്ളതാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. അപ്പൊ അതിന് വേണ്ടി നമുക്കൊരു കടായി അടുപ്പത്ത് വെക്കാം. അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കരുത്. വെളിച്ചെണ്ണ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ റിയൽ ടേസ്റ്റ് കിട്ടാൻ ഒന്നില്ലെങ്കിൽ കടുകെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിൽ കുറച്ചധികം ഓയിൽ ഉണ്ടെങ്കിലാണ് ആ കടയിൽ നിന്ന്, റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന, ദാബയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഓയിൽ ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഒരു കഷ്ണം പട്ട, 3 ഏലക്കായ, അതുപോലെ തന്നെ 3 ഗ്രാമ്പു, 5-6 മണി കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ഒന്ന് അതിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 സവാളയുടെ പ്യൂരി. 2 സവാള നന്നായി അരച്ചതാണ്. ഇതിലോട്ട് നമുക്ക് സവാള അരച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റോളം ചെറിയ തീയില് ഇത് വഴറ്റി സവാളയുടെ പച്ചമണം ഒന്ന് കളയണം. പിന്നെ സവാളയുടെ കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, സവാള അരച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം പുറത്ത് വെക്കാൻ പാടില്ല. ഒരുപാട് നേരം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് വരും. അതുകൊണ്ട് ഉണ്ടാക്കുന്ന ആ സമയത്ത് മാത്രമേ മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. കാരണം ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ചിലർ പറയും ചേച്ചി ഇതിനൊരു ചെറിയ കയ്പ്പ് രസം ഉണ്ട്. അതാണ് കാരണം. നന്നായിട്ട് ഇതിന്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് അതിലോട്ട് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനവിടെ നമ്മുടെ കടല വേവിക്കാൻ വെച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിൽ ഉപ്പിടുമ്പോൾ ആദ്യമേ ശ്രദ്ധിക്കണേ. ആദ്യമേ ഒരുപാട് ഉപ്പിടരുത്. ഒന്നും കൂടെ നാവാനുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട. ഇതിൻ്റെയും കൂടെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സവാളയുടെയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയും ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരണം. നന്നായിട്ട് മൊരിയണേ, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിലോട്ട് നമുക്ക് തീ കുറച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, അതായത് മല്ലിപ്പൊടി. ഒരുപാട് വേണ്ട, 1/2 ടീസ്പൂൺ മാത്രം മതി. നമ്മളിതിൽ മുളക് പൊടിയും പിന്നെ മഞ്ഞപ്പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം ജീരകത്തിന്റെ പൊടി, നല്ല ജീരകത്തിന്റെ പൊടി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീരകത്തിന്റെ പൊടി ഇല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മൾ പൊട്ടിക്കുന്ന സമയത്ത് ജീരകം ഇട്ട് കൊടുത്താലും മതിയാവും. ഇത് രണ്ടും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാലയായിട്ട് ഇത്രയേ ഉള്ളൂ. വേറെ ഒരു പൊടികളും നമ്മളിതിൽ ചേർക്കുന്നില്ല. വളരെ സിമ്പിളാണ്. പൊടി ചേർക്കുന്ന അവസാനം കുരുമുളക് പൊടി മാത്രമാണ്. ബാക്കി ഒരു പൊടികളും ഇല്ല. ഇനി ഇതിൻ്റെയും കൂടെ പച്ചമണം മാറിയതിനു ശേഷം നമുക്ക് ഇതിലോട്ട് തൈര് ചേർക്കണം. ഇവിടെ പുളിക്ക് പകരമായിട്ട് തൈരാണ് ഉപയോഗിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ തൈര് നന്നായി കട്ട ഉടച്ച് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് തൈര് താല്പര്യമില്ലെങ്കിൽ അതിന് പകരമായിട്ട് ഒരു ടൊമാറ്റോ നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞ് ചേർത്താലും മതി. തടച്ചു വെച്ച് വേവിക്കുക. അല്ലെങ്കിൽ ടൊമാറ്റോനെ പ്യൂരി ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ ഇപ്പോൾ തൈരാണ് ചേർക്കുന്നത്. ഞാൻ കണ്ട വീഡിയോയിൽ അവർ ചേർത്തിരിക്കുന്നത് തൈരായിരുന്നു. ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇവിടെ ഞാൻ ചേട്ടനൊക്കെ നല്ല ഇഷ്ടമായി. നമ്മുടെ ഷറാഫ, നമ്മുടെ പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ രാവിലെ പോയി കഴിക്കുന്ന വെള്ളക്കടലക്കറിയുടെ ടേസ്റ്റാണെന്നാണ് ചേട്ടനും അവിയൊക്കെ പറഞ്ഞത്. പിന്നെ ഞാനും കഴിച്ചപ്പോഴും അത് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. സിമ്പിളാണ്, പക്ഷെ പവർഫുള്ളാണ്. 1 കപ്പ് കടലയാണ്, വെള്ളക്കടല രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രാവിലെ ആ വെള്ളമെല്ലാം കളഞ്ഞ് വീണ്ടും നല്ല വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിരുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ വെള്ളക്കടല വെള്ളത്തിലിടാൻ മറന്നു പോയി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ടിപ്പ് എന്താണ്, കൂടുതൽ കുറച്ചധികം സമയം ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചതിന് ശേഷം കുക്കറിൽ വേവിക്കുക. ഇപ്പോൾ കുക്കറില്ലാത്തവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെട്ടെന്ന് വേവണം എന്നുണ്ടെങ്കിൽ ഒരല്പം ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ടതിന് ശേഷം വേവിച്ചാൽ മതി. പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു വിസിലെ വെക്കാൻ പാടില്ല ബേക്കിംഗ് സോഡ ഇടുകയാണെങ്കിൽ കേട്ടോ. അല്ലെങ്കിൽ ഒരു 6-7 വിസിലൊക്കെ വെക്കേണ്ടി വരും നമ്മുടെ കടല വേവാൻ. അപ്പോൾ കടല വെന്തോന്നൊന്ന് ചെക്ക് ചെയ്യാൻ മറക്കരുത്. കൈ കൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞതേ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ അത്
റെഡിയാണ്. അപ്പോൾ 1 കപ്പ് കടലയുടെ കണക്കാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചേർത്തിരിക്കുന്ന പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ തൈര് നന്നായിട്ട് അടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2-3 മിനിറ്റോളം ഇതൊന്ന് കുക്കാവട്ടെ. തൈര് ചേർത്തതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഭയങ്കര തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ, ഗ്രേവിക്ക് നല്ല തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കടലയിൽ നിന്ന് കുറച്ച് കടല എടുത്തിട്ട് ഒന്ന് അരച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ അരച്ച് ചേർക്കുന്നില്ല, കാരണം ഞാൻ ഇന്നലെ ഉണ്ടാക്കിയപ്പോഴും നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് മറക്കണ്ട ആ ടിപ്പ് കേട്ടോ. കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കടല വേവിച്ച കടലയും വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കിടന്നിട്ട് നന്നായിട്ട് തിളച്ച് എല്ലാം കൂടി ഒന്ന് യോജിക്കട്ടെ. വേണമെങ്കിൽ കയ്യിലുണ്ടൊന്ന് ഉടച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മിക്സിയിൽ അരച്ച് ചേർത്താലും മതി. അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് തുറന്ന് വെച്ചിട്ട് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലോട്ട് തീ വെച്ചോളൂ കേട്ടോ. പിന്നെ വേറൊരു കാര്യം ആഡ് ചെയ്യാൻ മറന്നുപോയി. ഒരു 3-4 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. പച്ചമുളകും കുരുമുളകും ആണ് ഇതിൻ്റെ ഒരു എരിവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 6 പച്ചമുളക്, അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് 6 പച്ചമുളക് ഇട്ടിരിക്കുന്നത്. അതേസമയം നിങ്ങളുടെ പച്ചമുളകിന് എരിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്താം. ഇനി നമുക്കിതങ്ങ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ടുള്ളതിന് തുറന്നു. ഇനി ഒന്ന് വറ്റിച്ചെടുക്കണം. ഒരുപാട് വറ്റിക്കണ്ട, കാരണം തണുക്കുമ്പോൾ വീണ്ടും കട്ട പിടിക്കും. അപ്പോൾ ഇതിൻ്റെ രുചി ഒന്ന് നോക്കുക. ഞാനിപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണ്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് 1.5 ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ സിമ്പിളാണ് ബട്ട് പവർഫുൾ ആണ്. ഒന്നും കൂടെ ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര കുരുമുളക് കൂടി അതായത് നോക്കിയിട്ട് പച്ചമുളകിന് ഒരു കുറവ് പോലെ തോന്നുകയാണെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കൂട്ടി ഇവർക്ക് ഫ്രഷ് ആയിട്ട് പൊടിച്ച കുരുമുളകാണ് ഏറ്റവും നല്ലത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമ്മളിതിൽ കസൂരി മേത്തിയോ വേറെ ഒന്നും ഒരു ഇല ഞാൻ ആഡ് ചെയ്യുന്നില്ല. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഇലകൾ, അതായത് കൊറിയാണ്ടർ ലീവ്സ്, കസൂരി മേത്തി ഇട്ട് കൊടുക്കാവുന്നേ. പക്ഷേ ഈ രുചിയാണ് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതന്നെ റീക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ അതിൽ ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇനി ഒരു അല്പം നെയ്യ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ നെയ്യ്. അത് ഓപ്ഷനിലാണ്, താല്പര്യമുണ്ടെങ്കിൽ മാത്രം മതി. ഞാനിതിൻ്റെ രുചി ഒന്ന് നോക്കട്ടെ കേട്ടോ. സിമ്പിൾ ആൻഡ് പവർഫുൾ ആണ്. നിങ്ങൾ കാണുമ്പോൾ ഇതെന്ത് ഇങ്ങനെ ഇരിക്കുന്ന കളറൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ കഴിച്ച് നോക്കൂ. കുരുമുളക് കുറച്ചും കൂടെ വേണം തോന്നുന്നു. 1/2 ടീസ്പൂണും കൂടെ ഞാൻ ഇടുന്നുണ്ട്. 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. സംഭവം കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. എല്ലാവരും തയ്യാറാക്കി നോക്കുക. നല്ല ചൂട് പൊറോട്ടയുടെ കൂടെ സൂപ്പറായിരിക്കും. അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു നമ്മുടെ വെള്ളക്കടൽ വെച്ചിട്ടുള്ള കറി ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഇട്ടിരുന്ന പട്ട, ഗ്രാമ്പു, ഏലക്ക സംഭവങ്ങളൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. മുകളിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് എടുത്ത് മാറ്റിയല്ല, അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാം, നമ്മൾ കഴിക്കുന്ന സമയത്ത് അതൊക്കെ വായിൽ വരും. പിന്നെ നമ്മൾ ഈ കറിയുടെ സ്വാദം അങ്ങ് മാറിക്കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ മേലേക്ക് വന്ന സമയത്ത് തന്നെ ഞാൻ എടുത്ത് മാറ്റി ഇട്ടിട്ടുണ്ട് ഇതിലോട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഫോട്ടോ എടുത്തതിന് ശേഷം കൊണ്ടുവരാം. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പെപ്പറിൻ്റെ ചെന, അതാണ് കാലി മിർച്ച് ചെന എന്നാണ് ഇതിനെ പറയുക കേട്ടോ. ഇപ്പം നിങ്ങൾ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ, ആ പേര് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കണം. കാലി മിർച്ച് ചെന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റെസിപ്പിയാന്നുള്ള കാര്യം. അതായത് കുരുമുളക് ഇട്ടിട്ടുള്ള വെള്ളക്കടലക്കറി എന്നർത്ഥം. നമുക്കിനി സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ കടലക്കറി ഫോട്ടോയിൽ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. റൊട്ടിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള കറി. അപ്പോൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാനും, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.